ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ വർഷത്തെ അവസാനത്തെ നോമ്പാണ്. നോമ്പ് 30 കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 30ാമത്തെ നോമ്പാണ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയത് മുട്ടയുടെ ഉണ്ണിയപ്പവും പിന്നെ നമ്മുടെ പെരുന്നാളെപ്പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് നമ്മൾ നോമ്പ് തുറന്നു. പിന്നെ കുട്ടികൾക്ക് മെഹന്തി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് മെഹന്തി ഇട്ടില്ലെങ്കിൽ എന്ത് പെരുന്നാളല്ലേ, അങ്ങനെ മെഹന്തിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അങ്ങനെ ഞങ്ങൾ കുട്ടികൾക്ക് മെഹന്തി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ ഇടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പിക്സൊക്കെ ഞാൻ ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ മെഹന്തിയെല്ലാം ഇത് ഇന്നലെ തന്നെ ചെയ്തതാണ്. ഇത് ഇന്ന് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം മെഹന്തിയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ. അങ്ങനെ ഞാൻ ചെറുതായിട്ട് ഞാൻ വരക്കും കേട്ടോ. അങ്ങനെ വരച്ചതാണ്. ഇപ്പം എൻ്റെ ചെറിയ കുട്ടിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്, അപ്പുറത്തെ കൈക്ക്. അങ്ങനെ അതൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഭയങ്കര ചൂടല്ലേ, എല്ലാവർക്കും ചൂടുണ്ടോയെന്നറിയില്ല, ഭയങ്കര ചൂടാണ്. എന്താ വെച്ചാൽ ഒരു പണിയെടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്, അത്രയും ചൂടാണ്. അപ്പോൾ നമ്മുടെ ഫാനൊക്കെ കാറ്റൊന്നും ഇല്ലാത്ത പോലെയാണ് അവസ്ഥ, അത്രയും ചൂടാണ്. അങ്ങനെയൊക്കെ നമ്മൾ എല്ലാ 2 കുട്ടികൾക്കും മെഹന്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ചെറിയ മോളൊക്കെ ഉണ്ട്, അതിനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്ത് പറ? ഇനി പെരുന്നാളപ്പം ആവാലോ. അപ്പോൾ പെരുന്നാൾ അപ്പം പിന്നെ പഴം പൊരിച്ചതും ഈത്തപ്പഴം പൊരിച്ചതുമാണ് ആക്കിയത്. പിന്നെ നമ്മൾ കൊറട്ട എന്ന് പറയും, കാഷ്യൂനട്ടിൻ്റെ അപ്പം ചുടുന്നുണ്ട്. പിന്നെ കാഷ്യൂനട്ടിൻ്റെ അപ്പം ചുടാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ്. നമ്മുടെ പച്ചരിയും മുട്ടയും കുറച്ച് ഒരു കൈ തേങ്ങയും കൂടിയിട്ട് ഒരു മുട്ടയും കൂട്ടിയിട്ട് വെള്ളം കൂട്ടാതെ അടിച്ചെടുത്തതിൻ്റെ ആ ബാറ്ററിൽ നമ്മുടെ കാഷ്യൂ ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുത്താൽ മതി. ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അങ്ങനെ വെറൈറ്റി അപ്പം നമ്മൾ പെരുന്നാളൊക്കെ ചുടണമല്ലോ. അങ്ങനെ കാഷ്യൂവിൻ്റെ അപ്പം റെഡിയാക്കിയിട്ടുണ്ട്. കാസർഗോഡ് ഉണക്കപ്പം ഇല്ലാത്തൊരു പെരുന്നാൾ ഉണ്ടാവില്ല. അങ്ങനെ ഇത് ഉണ്ടാക്കുന്ന പൊരിയുണ്ടാന്ന് പറയും, പൊരിയപ്പം എന്ന് പറയും. പൊരിയുണ്ട നമ്മുടെ പൊരിയെല്ലാം പൊടിച്ചിട്ടുണ്ടാക്കുന്ന അങ്ങനത്തെ ഒരു അപ്പമാണ് ഇത് ഉമ്മാന്ന് ഉണ്ടാക്കുന്നുള്ളത്. ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് ഉണ്ടാക്കുക. ഓരോരോ വീട്ടിൽ ഓരോരോ ടൈപ്പായിരിക്കും. ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ കാസർഗോട്ടാർ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഉണക്കപ്പം ഇല്ലാത്ത പെരുന്നാൾ ഉണ്ടാവില്ല. അങ്ങനെ എന്തെല്ലാം തരം ഉണക്കപ്പങ്ങളൊക്കെ ഉണ്ട്. ചൊറോട്ടയുണ്ട്, പിന്നെ ബാട്ടത്തലിയുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ രാത്രിയത്തെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ഇറച്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഉമ്മാൻ്റെ സ്പെഷ്യൽ ഇറച്ചിക്കറിയാണ്. പിന്നെ നമ്മുടെ നെയ്പത്തിരിയും റെഡി ആയിക്കൊണ്ടുണ്ട്. പിന്നെ മോൾക്കെല്ലാം വിശന്നിട്ടുണ്ട്. അങ്ങനെ നെയ്പത്തിരി മോള് തിന്നാണ് കേട്ടോ. പിന്നെ ഈ മെഹന്തിയാണ് ഇപ്പോൾ നാളെ നമുക്ക് ചോക്കും. പിന്നെ ഓരോരോ പണിയാകുമ്പോൾ എനിക്ക് വ്ളോഗ് എടുക്കാൻ മറന്നു പോകും. അങ്ങനെ മോളുടെ കയ്യിലായിരിക്കും ഉണ്ടാവും ഗെയിംസൊക്കെ കളിക്കാൻ. അങ്ങനെ പെരുന്നാളിൻ്റെ വേണ്ടത് അങ്ങനെ മോളുടെ കയ്യിലായതുകൊണ്ട് പുതിന മല്ലിച്ചപ്പ് അതൊക്കെ വ്ളോഗിൽ വെക്കുന്നുണ്ട്. ഒന്ന് കുഴച്ച് പെരട്ടി വെക്കുകയാണ്. അപ്പോൾ നല്ലൊരു മസാല ഒക്കെ പിടിക്കുന്നുണ്ടാവും. അങ്ങനെ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും. ആരൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ മന്തിയുടെ നല്ല ഉപ്പും മുളകും കുരുമുളകും എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെക്കും. നല്ലതായിട്ട് അതിൻ്റെ എല്ലാം ഒന്ന് നമ്മുടെ കോഴിയിലേക്ക് പിടിച്ച് വെക്കും. അങ്ങനെയാണ് ഞാനിത് ആക്കി വെക്കുന്നത്. ഓരോരുത്തർ ബിരിയാണി ഉണ്ടാക്കും. അങ്ങനെ മന്തിക്കെല്ലാം
റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. മന്തിയുടെ എല്ലാം റെഡിയാക്കിയിട്ട് നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ പടക്കം പൊട്ടിക്കാണ്. വെടി പൊട്ടിക്കാത്തൊരു പെരുന്നാൾ ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ എല്ലാവരും വെടി പൊട്ടിക്കുന്നുണ്ടാവും. അങ്ങനെ ഞങ്ങൾ പൂക്കുറ്റി, കമ്പിത്തിരി എല്ലാം, ബോംബ് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. രാവിലെ ആയി, ഒരു 5:30 ആകുമ്പോൾ എണീച്ചിട്ട് എല്ലാം നമ്മുടെ ഫ്രഷ് ആയതിന് ശേഷം രാവിലെ വന്നിട്ട് ചായ വെക്കുകയാണ്. അങ്ങനെ ചായ വെച്ചിട്ട് നമുക്ക് രാവിലെ എല്ലാവർക്കും പെരുന്നാൾ നിസ്കാരം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് പോകണം. അങ്ങനെ നെയ്പ്പത്തിരിയുടെ ബാറ്റർ ഉണ്ടായിരുന്നു. അങ്ങനെ നെയ്പ്പത്തിരി ചുടാണ് രാവിലെ തന്നെ. നെയ്പ്പത്തിരി ചുടാൻ പോവാന്ന്. അങ്ങനെ നെയ്പ്പത്തിരിയൊക്കെ ചുടുന്നുണ്ട്. പിന്നെ രാവിലെ 7:30, ഇപ്പോൾ ഇല്ലെങ്കിൽ 8:30 9 മണിയാകുമ്പോൾ ആയിരിക്കും പെരുന്നാൾ നിസ്കാരം. ഇന്ന് വേഗം ഉണ്ട് കേട്ടോ. അപ്പോൾ 7:30 ആകുമ്പോൾ പോകണമെന്ന് പറയാം. പിന്നെ പായസത്തിന് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചായ കുടിക്കാൻ പോവാണ്. അപ്പോൾ നെയ്പ്പത്തിരി ചുട്ടതിന് ശേഷം ചായ കുടിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് വേണ്ടവർക്ക് വേഗം കൊടുക്കാമല്ലോ. അങ്ങനെ ചായ കുടിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ചായ കുടിച്ചില്ല അങ്ങനെ തലവേദന വരും. അങ്ങനെ ഉണ്ടാവുന്നവരും ഉണ്ടാവും. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഫുഡ് കഴിക്കുകയാണ്. പിന്നെ ഇത് ഇന്നലെ തലേ ദിവസം തന്നെ പ്രിപ്പയർ ചെയ്ത ചിക്കൻ ഫ്രൈയുടെ മസാലയാണ്. അപ്പോൾ ഫ്രൈ ആക്കുന്നുണ്ട്. ഫ്രൈ ആക്കിയിട്ട് വെച്ചാൽ പിന്നെ എളുപ്പമാണല്ലോ. നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്തിട്ടാകുമ്പോൾ ചെയ്യാൻ പോകുമ്പോൾ അതൊന്നും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ക്യാരറ്റും കൂടി ചേർത്തിട്ടുള്ള അടിപൊളി പായസമാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള പായസമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ പായസം ഉണ്ടാക്കുന്നുണ്ട്, ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ മന്തി ഉണ്ടാക്കാനുണ്ട്. പിന്നെ മന്തിയുടെ സൈഡ് ഡിഷായ മയോണൈസും പിന്നെ ടൊമാറ്റോ സോസും ഉണ്ടാക്കാനുണ്ട്. അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പ് അതൊക്കെ ഒന്ന് നെയ്യിൽ വറുത്തെടുത്തിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്യാരറ്റും നെയ്യിൽ വറുത്തിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റിൻ്റെ കളറാണ് കേട്ടോ കാണുന്നുള്ളത്. അടിപൊളി ടേസ്റ്റാണ്. ഞാനത് എൻ്റെ ഉള്ളു തുറന്ന് പറയാണ് കേട്ടോ. ടേസ്റ്റുള്ളൊരു പായസമാണ്. പിന്നെ ഞാൻ എല്ലാം ഇതിൻ്റെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗ്യാസൊക്കെ ഒഴിഞ്ഞു. അപ്പോൾ ഞാൻ മന്തി ഉണ്ടാക്കാൻ പോവാണ്. മന്തിക്ക് 2 ഗ്യാസാണ് വേണ്ടത്. പെട്ടെന്ന് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു സ്റ്റൗവിൽ മന്തിയുടെ മസാല ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് മന്തിയുടെ മസാല വെക്കേണ്ടത്. അപ്പോൾ ഒരു പൊരിച്ചൊരു ഇതാക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ അത് ഒരു ഹാഫ് വേവ് ആകുമ്പോഴാണ് ചോറ് വെക്കാറ്. അപ്പോൾ ചോറ് വെക്കുന്നതിന് മുന്നേ കുറച്ച് ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹാഫ് വേവായിട്ടുണ്ട് നമ്മുടെ മന്തീൻ്റെ ചിക്കന്. നമുക്ക് അടുത്ത സ്റ്റൗവിലേക്ക് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, പിന്നെ ഡ്രൈ ലെമൺ, കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ മക്കളെല്ലാം ഒന്ന് ഒരുക്കിയിട്ടുണ്ട്, ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് അവരുടെ ഔട്ട്ഫിറ്റ്. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എല്ലാവരും നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. അങ്ങനെ മന്തിയെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. മന്തിയുടെ പകുതി ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. പിന്നെ കുട്ടികളെല്ലാം ഒരുക്കാൻ പോയി. മന്തി റെഡിയാക്കിയതിന് ശേഷമാണ് കുട്ടികൾ ഒരുക്കിയത്. അങ്ങനെ മന്തി റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ മക്കളെല്ലാം ഫോട്ടോസ്. പിന്നെ ഒന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്തത് പെരുന്നാൾ പൈസയാണ്. പെരുന്നാൾ എല്ലാ കുട്ടികൾക്ക് പൈസ വേണം. അങ്ങനെ എല്ലാവർക്കും പെരുന്നാൾ പൈസ കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് വളരെ സന്തോഷമാണ് ഇങ്ങനെയെല്ലാം കിട്ടുമ്പോൾ. ഞങ്ങൾക്കുണ്ടായിരുന്നു അങ്ങനെ കുറേ പൈസ എല്ലാം കിട്ടുമ്പോൾ സന്തോഷം. അങ്ങനെ എല്ലാവർക്കും പെരുന്നാൾ പൈസ എല്ലാം കൊടുത്തു. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ മോളാണ്.
അങ്ങനെ കുറച്ച് റീൽസൊക്കെ എടുക്കുന്നുണ്ട്. മോള് റീൽസൊക്കെ എടുത്തിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അങ്ങനെ റീൽസും ഷോർട്സും എല്ലാം എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തൊട്ടടുത്ത് കുഞ്ഞു ബെല്ലൈക്കൺ അമർത്തി ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും എനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ബൈ. ഈദ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വ്ളോഗ് എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ഈദിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ പോയിട്ട് സബ്സ്ക്രൈബും കൂടി ചെയ്യുക.